നമുക്ക് കേരളത്തിലെ റിപ്പോർട്ടർമാരിൽ നിന്നുകൂടി കൂടുതൽ വിശദാംശങ്ങൾ തിരയാം. മറ്റ് ചില ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കുമ്പോൾ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ സ്ഥാനാർത്ഥികളെ തെലുങ്ക് ദേശം പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. ശേഷിക്കുന്ന 50 അസംബ്ലി സീറ്റുകളിലെയും 16 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. BJPയുമായും ജനസേന പാർട്ടിയുമായും സഖ്യം രൂപീകരിച്ചാണ് ആന്ധ്രയിൽ TDP ഇത്തവണ മത്സരിക്കുന്നത്. ജനസേന 2 ലോക്സഭാ സീറ്റുകളിലും BJP 6 ലോക്സഭാ സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. അസംബ്ലിയിൽ TDP 144 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ BJP 10 സീറ്റുകളിലും ജനസേന 21 സീറ്റുകളിലുമാണ് മത്സരിക്കുക. AIADMKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിലെ തർക്കത്തിലെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. 2016 പാർട്ടി നേതാവ് ജയലളിതയുടെ മരണത്തെ തുടർന്നാണ് AIADMK ചിഹ്നത്തെ ചൊല്ലി ആഭ്യന്തരമായി തർക്കം ഉടലെടുത്തത്. അന്ന് ഒന്നിച്ചായിരുന്ന എടപ്പാടി പളനിസ്വാമിയും O പനീർസെൽവവും ഔദ്യോഗിക പക്ഷത്തും ശശികലയും TTV ദിനകരനും അടങ്ങുന്ന വിഭാഗം മറുവശത്തും ആയിരുന്നു. TTV ദിനകരന്റെ നേതൃത്വത്തിൽ പിന്നീട് പാർട്ടി രൂപീകരിച്ചുവെങ്കിലും ചിഹ്നത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയായിരുന്നു. ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കുക.